ഹലോ ഓൾ, വെൽക്കം ടു എഡിഫിക്സ്. എഡിഫിക്സിൻ്റെ നെറ്റ് പേപ്പർ 1 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൽ നമ്മുടെ സിലബസിലെ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ടീച്ചിങ് എന്നുള്ള സാധനം നമുക്ക് നോക്കാം. ടീച്ചിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ, ടീച്ചിങ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് സ്കിൽസ്, നോളജ് ആൻഡ് വാല്യൂസ് ടു അതേഴ്സ് എന്ന് നമുക്ക് പറയാം. അതായത് ഒരു വ്യക്തി അയാൾക്കുള്ള സ്കിൽസ്, നോളജ്, വാല്യൂസ് മുതലായ കാര്യങ്ങൾ വേറൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ പരിപാടിയാണ് നമ്മൾ ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ് എന്നുള്ള വാക്ക് ഒറ്റ വാക്കിൽ നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു ക്ലാസ് റൂം സെറ്റിങ്ങിൽ നടക്കുന്ന ടീച്ചിങ് ആയിരിക്കും. അതായത് ഒരു ടീച്ചർ പഠിപ്പിക്കുന്നു, ഒരുപാട് സ്റ്റുഡൻസ് ഒരുമിച്ച് അത് പഠിക്കുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ അത് മാത്രമല്ല ടീച്ചിങ്. ഏതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയും അയാളുടെ കയ്യിലുള്ള ഇൻഫർമേഷനോ സ്കില്ലോ വേറൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ പരിപാടിനെ നമുക്ക് ടീച്ചിങ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ? ഈ പറയുന്ന ടീച്ചിങ് എന്ന് പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിരുചി, അല്ലെ അതിനുള്ളൊരു നാക്ക്, അതിനെയാണ് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടീച്ചിങ്ങിലൂടെ ഉദ്ദേശിക്കുന്ന ഈ ലേണിംഗ് എന്ന് പറയുന്ന പരിപാടി എഫക്റ്റീവായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആ എബിലിറ്റീനെയാണ് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടീച്ചിങ്ങിലുള്ള പ്രധാനപ്പെട്ട ഒരു മോഡലാണ് പറയുന്നത് TL മോഡൽ ഓഫ് ടീച്ചിങ് എന്ന് പറയും. TL മോഡൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ടീച്ചർ ലേണർ മോഡൽ എന്ന് പറയുന്ന ഒരു ടീച്ചിങ്ങിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള മോഡലാണ് ഈ TL മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്താണെന്ന് പറഞ്ഞാൽ ടീച്ചിങ്ങും അതേപോലെ ലേണിംഗ് എൻവയോൺമെൻറ്റ് മുതലായ കാര്യങ്ങളെ ചേർത്തിട്ടുള്ള ഒരു ഡെപ്പിക്ഷനെയാണ് നമ്മൾ TL മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ടീച്ചേഴ്സിൻ്റെ ബിഹേവിയേഴ്സ്, അതേപോലെ തന്നെ പഠിക്കുന്ന സമയത്തുള്ള സ്റ്റുഡൻസിൻ്റെ ബിഹേവിയേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ TL മോഡലിൽ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഇതിനെ നമുക്ക് ട്രയാഡിക് നേച്ചർ ആണെന്ന് പറയാൻ പറ്റും. ട്രയാഡിക് നേച്ചർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളുള്ള ഒരു സാധനമാണ് ഈ TL മോഡൽ. അപ്പോൾ അതിൽ ഒരെണ്ണം വരുന്നത് ടീച്ചറാണ്, രണ്ടാമത്തേത് സ്റ്റുഡൻറ്റ്, അതേപോലെ മൂന്നാമത്തേത് സബ്ജക്റ്റ് മാറ്റർ. ഇങ്ങനെ 3 കാര്യങ്ങൾ ചേർത്തിട്ടുള്ള ഒരു സാധനമാണ്. അങ്ങനെ ഒരു ട്രയാഡിക് നേച്ചറാണ് ഈ TL മോഡൽ ഓഫ് ടീച്ചിങ് വെച്ചിട്ട് ടീച്ചിങ്ങിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ടീച്ചർ, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളുണ്ടാവും, അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ലേണർ അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ഉണ്ടാവും, പിന്നെ പഠിപ്പിക്കുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ, ഇത് 3ഉം കൂടെ ചേർന്നിട്ടാണ് ഒരു ടീച്ചിങ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിൻ്റ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇൻറ്റഗ്രലി റിലേറ്റഡ് ആക്ട്സ്. അതായത് ഭയങ്കരമായിട്ട് തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 പ്രവർത്തനങ്ങളാണ് ടീച്ചിങ്ങും ലേണിങ്ങും എന്ന് പറയുന്നത്. ടീച്ചിങ് ഈസ് എ സോഷ്യൽ ആക്ട് വൈൽ ലേണിംഗ് ഈസ് എ പേഴ്സണൽ ആക്ട്. അതായത് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആക്റ്റാണ്, ലേണിംഗ് ഒരു പേഴ്സണൽ ആക്ടാണ്. അത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ സ്കൂളിലൊരു ടീച്ചർ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്നു, സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട്. ടീച്ചർ ഈ എല്ലാവരെയും കൂടി ഒരുമിച്ച് പഠിപ്പിക്കുന്ന ഒരു സോഷ്യൽ ആക്റ്റായിട്ടാണ് ടീച്ചിങ് എന്ന് പറയുന്നത് നടക്കുന്നത്. പക്ഷേ ലേണിംഗ് എന്ന് പറയുന്നത് ഓരോ സ്റ്റുഡൻസിനും ഇൻഡിവിജ്വലായിട്ടാണ് ഈ ലേണിംഗ് നടക്കുന്നത്. അപ്പോൾ ഒരാൾ പഠിക്കുന്ന അത്രയും ലേണിംഗ് മനസ്സിലാക്കിയ കാര്യങ്ങൾ വേറൊരു സ്റ്റുഡൻറ്റ് മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ ടീച്ചർ ചെയ്യുന്ന ഒരേ കാര്യമാണെങ്കിൽ പോലും ഈ ലേണിംഗ് എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഞാനിതിൽ ഇതിൽ പാർട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇതിൻ്റെ ശേഷം ഇൻഡിവിജ്വൽ ലേണിംഗ് എന്ന് നടക്കുന്ന ഒരു പേഴ്സണൽ ആക്റ്റായിട്ടാണ്. അത് ഓരോരുത്തരും എത്രമാത്രം എഫേർട്ട് ഇടുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ഈ ലേണിംഗ് എന്ന് പറയുന്നത് നടക്കുക. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടീച്ചിങ് cannot ടേക്ക് പ്ലേസ് വിത്തൗട്ട് ലേണേഴ്സ് വൈൽ എ ലേണർ ക്യാൻ ലേൺ ഈവൻ വിത്തൗട്ട് എ ടീച്ചർ. അത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് നടക്കണമെന്നുണ്ടെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ടീച്ചിങ് നടന്നു എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ ഈ ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോ യൂട്യൂബിലിടുന്നു. പക്ഷേ ഇത് ആരും കാണുന്നില്ല, ആരും ഇത് പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ടീച്ചിങ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടില്ല എന്നേ പറയാൻ പറ്റും. പക്ഷേ അതേസമയം വേറൊരാൾ ടീച്ചറിൻ്റെ ഒന്നും സഹായമില്ലാതെ നേരിട്ട് സബ്ജക്റ്റ് മാറ്ററോ മെറ്റീരിയലോ വെച്ചിട്ട് ഒറ്റയ്ക്ക് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ആ തരത്തിൽ ലേണിംഗ് ടീച്ചറിൻ്റെ സഹായമില്ലാതെ നടക്കാൻ പറ്റും. പക്ഷേ ലേണർ ഇല്ലാതെ ടീച്ചിങ് ഒരു കാരണവശാലും നടക്കുകയില്ല. അപ്പോൾ ഇത് ടീച്ചിങ്ങും ലേണിങ്ങും തമ്മിലുള്ള ഒരു റിലേഷൻ ആ തരത്തിലാണ്. പിന്നെ അതിനുശേഷം നമുക്ക് കുറച്ച് എഫക്റ്റീവ് ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് ബിഹേവിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. എഫക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത് ഈ ടീച്ചിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ടീച്ചിങ്ങിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള നോളജ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസിനെയും പ്രോസസ്സിനെയാണ് നമ്മൾ എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എഫക്റ്റീവ് ടീച്ചിങ്ങിൻ്റെ കുറച്ച് ബിഹേവിയേഴ്സ് എന്തൊക്കെയാണെന്നാൽ, ഒന്ന് ലെസൺ ക്ലാരിറ്റി. ലെസൺ ക്ലാരിറ്റി എന്ന് പറയുമ്പം എന്തായിരിക്കും?
ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ട്രയാഡിക് നേച്ചറാണ്, അതിൽ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഒരു ടീച്ചർ ഈ പഠിപ്പിക്കാൻ പോകുന്ന സബ്ജക്റ്റ് മാറ്ററിനെ എങ്ങനെ സിമ്പിളായിട്ട് ഒരു സീക്വൻഷ്യലായിട്ട് ഒരു ഓർഡറിൽ ഒരു ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഇതിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ആ ലെസൺ ക്ലാരിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നെറ്റിൻ്റെ പേപ്പർ 1ൻ്റെ ക്ലാസ് എടുക്കുകയാണ്. ഇപ്പം നമ്മളിതിപ്പം സിലബസിലുള്ള ആദ്യത്തെ ഭാഗമായിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതിൻ്റെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ബേസിക്സിൽ നിന്നാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് പകരം നേരെ വന്നിട്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ പകുതിക്ക് വെച്ച് പഠിപ്പിച്ചിട്ട് പിന്നെ വേറൊരു സമയത്ത് വേറൊരു സെഷൻ്റെ വേറൊരു ടോപ്പിക്കിൻ്റെ വേറൊരു ഭാഗം പഠിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിനൊരു ക്ലാരിറ്റി, ഒരു ഓർഡർ, ഒരു സീക്വൻഷ്യൽ ഓർഡർ ഇല്ലെങ്കിൽ ലേണറിന് അത് ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്ലാരിറ്റി ലെസണിൻ്റെ പ്ലാനിങ്ങിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ ലെസൺ ക്ലാരിറ്റി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷണൽ വെറൈറ്റിയാണ്. ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, പലതരത്തിലുള്ള ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ് നമ്മൾ ടീച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത് പല രീതിയിലുള്ളതാകാം. ഈവൻ നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുമ്പോൾ ടീച്ചർ അയാളുടെ ടോൺ മാറ്റി കൂടുതൽ എംഫസിസ് കൊടുത്ത് സ്ട്രെസ് കൊടുത്ത് സംസാരിക്കുന്നതാകാം. അതല്ലെങ്കിൽ പലതരത്തിലുള്ള ടൂൾസിനെയും റിസോഴ്സസിനെയും പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാകാം. അങ്ങനെ പലതരത്തിൽ ഈ ഇൻസ്ട്രക്ഷൻസിൽ പലതരത്തിലുള്ള വെറൈറ്റി കൊണ്ടുവരുന്നത് ഒരു എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയറാണ്. അതുപോലെ തന്നെ ടീച്ചർ ടാസ്ക് ഓറിയൻറ്റേഷൻ, അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചർ പരമാവധി ലേണിങ് ഫോക്കസ് ചെയ്തുകൊണ്ട് ലേണറിൻ്റെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം മാക്സിമം ഉപയോഗിക്കുന്നു. അതായത് അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ സ്ട്രക്ചറിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അതിനിടയ്ക്ക് വരാതിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി ഓൾറെഡി ടീച്ചർ പ്രിപ്പയർ ആയിട്ട് നേരത്തെ പറയുന്ന പോലെ ക്ലാരിറ്റിയോടെ വന്ന് ഇത് ചെയ്തെങ്കിൽ മാത്രമേ ആ ലേണറിൻ്റെ ആ ലേണിങ്ങിൻ്റെ സമയം മാക്സിമമായിട്ട് ഇതിൽ കിട്ടുകയുള്ളൂ. അടുത്തൊരു കാര്യമാണ് കണക്റ്റിംഗ് വിത്ത് പ്രീവിയസ് നോളജ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നമ്മളൊരു സാധനം പഠിക്കാൻ വേണ്ടി വരുന്നു. അപ്പം അവർക്ക് നേരത്തെ അറിയാവുന്ന പല പല കാര്യങ്ങളുണ്ടാകും. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ഒരു പുതിയ കാര്യം പഠിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നേരത്തെ ഉള്ള ഇൻഫർമേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഇൻഫർമേഷനെയും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു എഫക്റ്റീവ് ടീച്ചിങ്ങിൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്, സ്റ്റുഡൻസിന് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്ത് ആ നോളജുമായിട്ട് കണക്ട് ചെയ്ത് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴാണ് ഇത് കൂടുതൽ നന്നായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് ലേണിംഗ് നടക്കുക. അപ്പോൾ ആ തരത്തിൽ ലേണേഴ്സിൻ്റെ പ്രീവിയസ് നോളജുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നത് ഒരു എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയറാണ്. അതുപോലെ അടുത്തൊരു പോയിൻ്റാണ് യൂസിങ് സ്റ്റുഡൻസ് ഐഡിയ ആൻഡ് കോൺട്രിബ്യൂഷൻസ്. ഇതെന്ന് പറയുമ്പോൾ ടീച്ചർ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്റ്റുഡൻസിൽ നിന്ന് പലതരത്തിലുള്ള ഫീഡ്ബാക്കുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഫീഡ്ബാക്കുകളെ മനസ്സിലാക്കി അതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് വേണം ടീച്ചിങ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നടത്തിയാൽ മാത്രമേ കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ലേണിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ അതിൽ സ്റ്റുഡൻസ് ഡൗട്ട്സ് ചോദിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ക്ലാരിറ്റി ഉള്ള കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ആവശ്യപ്പെടാം, അതല്ലെങ്കിൽ മറ്റ് എക്സ്ട്രാ പോയിൻറ്റ്സ് ചിലപ്പോൾ ആഡ് ചെയ്യാം. ആ തരത്തിൽ സ്റ്റുഡൻസിൻ്റെ ഐഡിയാസും കോൺട്രിബ്യൂഷൻസും ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിങ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ലെസൺ ക്ലാരിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇപ്പം സ്റ്റുഡൻസിന് ഒരു കാര്യം പഠിച്ചതിന് ശേഷം അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, അതായത് ഒരു ലാർജർ ഫ്രെയിമിൽ ഇപ്പോൾ ഈ സ്റ്റുഡൻസ് ഈ പഠിക്കുന്ന കാര്യങ്ങൾ എവിടെ വരെ പഠിച്ചു മുതലായ കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളത് ഒരു എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയറാണ്. അടുത്തതായിട്ടുള്ളൊരു ബിഹേവിയറാണ് ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വഴിയാണ് ലേണേഴ്സിൻ്റെ കൂടുതൽ ചിന്തകളെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ചിന്തകളെ വൈഡാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അവരുടെ അനലിറ്റിക്കൽ സ്കിൽസ് കൂട്ടാനും അതുപോലെ അവരെ കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാനും ഒക്കെ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യനിങ് കൊണ്ട് സാധിക്കും. അപ്പോൾ ടീച്ചർ ഒരു സാധനം പഠിപ്പിച്ചതിന് ശേഷം എഫക്റ്റീവായിട്ടുള്ള പലതരത്തിലുള്ള പല ആംഗിളിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഒരു എഫക്റ്റീവ് ലേണിംഗ് ബിഹേവിയറാണ്. അതുപോലെ വേറൊരു കാര്യമാണ് പ്രോബിങ്. അതുവഴി എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ തോട്ട്സും എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുക പഠിപ്പിക്കുന്ന സാധനത്തിൽ നിന്ന്. അതുപോലെ വേറൊരു കാര്യമാണ് ടീച്ചറിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതായത് ഓരോ സ്റ്റുഡൻസും ഓരോ രീതിയിലാണ് പഠിക്കുക, ഓരോ സ്റ്റുഡൻസിനും ഓരോ കാലിബർ ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി ഈ സ്റ്റുഡൻസിനോട് ഒരു ഇൻഡിവിജ്വൽ രീതിയിലുള്ള കണക്റ്റ് ഉണ്ടാക്കുക, അങ്ങനെ ആ തരത്തിൽ കമ്പാഷനോടെ സ്റ്റുഡൻസിനെ മനസ്സിലാക്കി ടീച്ചർ പഠിപ്പിക്കുക എന്നുള്ളതും ഒരു എഫക്റ്റീവായിട്ടുള്ള ലേണിംഗ് ബിഹേവിയറാണ്. അതിനുശേഷം നമുക്ക് ടീച്ചിങ് എയ്ഡ്സ് ഓർ സപ്പോർട്ട് സിസ്റ്റംസ് അതെന്തൊക്കെയാണ് എന്ന് നോക്കാം. അതായത് ടീച്ചിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റങ്ങൾ ടീച്ചിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റും. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടൂൾസ് ആൻഡ് റിസോഴ്സസ് ദാറ്റ് ഹെൽപ്പ് ടീച്ചേഴ്സ് ഇംപ്രൂവ്
ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അതായത് ടീച്ചിങ് പ്രോസസ്സിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടി ടീച്ചർ ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് റിസോഴ്സസ്, അതിനെയാണ് നമ്മൾ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണമെങ്കിൽ ട്രഡീഷണൽ ആൻഡ് മോഡേൺ എന്നുള്ള രീതിയിൽ. അതിൽ ട്രഡീഷണൽ രീതിയിലുള്ള സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് കൂടുതലായിട്ടും ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു. അതായത് നമ്മൾ ചെറുപ്പകാലങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സുകളിലൊക്കെ നടന്നിരുന്നത് ഈ ഒരു രീതിയിലുള്ള സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു. അതായത് അതൊക്കെ ടീച്ചർ ഡയറക്റ്റഡ് മെത്തേഡ് ആയിരിക്കും. അതിലൊരു പ്രധാനപ്പെട്ട മെത്തേഡാണ് ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ്. ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ചു വന്നത് അല്ലെ കോളേജുകളിലൊക്കെ പഠിച്ചു വന്നത് ഏതാണ്ട് ഒരു ഈ രീതിയിലുള്ള മെത്തേഡിലാണ്. അതായത് ചോക്കും ഒരു വൈറ്റ് ബോർഡ് ഉപയോഗിച്ചിട്ട് ടീച്ചർ പഠിപ്പിച്ചതിന് ശേഷം ആ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മളോട് സംസാരിക്കുന്നു. ആ തരത്തിലുള്ള ഒരു മെത്തേഡ്, ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനെ ഒരു ട്രഡീഷണൽ സപ്പോർട്ട് സിസ്റ്റമായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ പക്ഷേ പുതുതായിട്ടുള്ള മോഡേൺ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ചും കൂടി ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങളാണ്. അപ്പോൾ അതിലെന്ന് പറയുന്നത് ഒന്ന് ബ്രെയിൻ സ്റ്റോമിങ്, ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്നു. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഈ IT ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ പുതിയ തരത്തിലുള്ള ടെക്നോളജിയുടെയൊക്കെ വളർച്ചയോടുകൂടി പുതിയ തരത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെയിൻ സ്റ്റോമിങ് എന്താണ്, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണെന്നുള്ളത് നമുക്ക് തുടർന്ന് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബേസിക്കലി ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതിലെ രണ്ട് മോഡേൺ, ട്രഡീഷൻ എന്നുള്ള രണ്ട് ഡിവിഷനും. അതുപോലെ ഇപ്പം മോഡേൺ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റത്തിൽ പ്രധാനപ്പെട്ട വരുന്നൊരു സാധനമാണ് മൈൻഡ് മാപ്പ് അല്ലെങ്കിൽ കൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്നത്. മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം. അതായത് പലതരത്തിലുള്ള സാധനങ്ങളെ വിഷ്വലി കണക്ട് ചെയ്ത് പഠിക്കുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. അത് ബേസിക്കലി അപ്പോൾ ഒരു ഡയഗ്രമാണ്. അത് ഇൻഫർമേഷനെ വിഷ്വലി സ്ട്രക്ചർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഒരു കോർ ഐഡിയ ഉണ്ടാവും. ആ കോർ ഐഡിയയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, അത് ചിലപ്പോൾ പിക്ചേഴ്സ് ആവാം, അതല്ലെങ്കിൽ മറ്റ് വേർഡ്സ് ആവാം, അല്ല അങ്ങനെ പലതരത്തിൽ ഇങ്ങനെ ഒരു മാപ്പ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് പഠിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ മൈൻഡ് മാപ്പ് അല്ലെങ്കിൽ കൺസെപ്റ്റ് മാപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് എന്താണ്, ഒരു മോഡേൺ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു. പിന്നെ ഒരു സാധനമാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ബ്രെയിൻ സ്റ്റോം ചെയ്യാന്ന് പറയുന്നത് ഒരു ഇഷ്യൂവിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസിനെ കൊളാബറേറ്റീവായിട്ട് ഒരു ടീം വർക്കിലൂടെ അതിനെ സോൾവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസിനെ നമ്മൾ കണ്ടുപിടിക്കുന്നതിനെയാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. അപ്പം അതുവരെ ചിന്തിക്കാത്ത പുതിയ തരത്തിലുള്ള കൺസെപ്റ്റുകളും ആൻസേഴ്സും ബ്രെയിൻ സ്റ്റോമിങ് വഴിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഒരാളായിട്ടോ അല്ലെങ്കിൽ ടീമായിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് ആ സാധനത്തിനെ ബ്രെയിൻ സ്റ്റോം ചെയ്യുകയാണെങ്കിൽ അതുവരെ എല്ലാവരും അവരുടെ പുതിയ ഐഡിയാസ് പറയുന്നു, അതിനെ എല്ലാവരും തമ്മിൽ ചർച്ച ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് അങ്ങനെ കൊളാബറേറ്റീവ് വർക്കിലൂടെ ഇഷ്യൂസിനെ നമുക്ക് ബ്രെയിൻ സ്റ്റോമിങ് വഴിയിട്ട് റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് വേറൊരു മോഡേൺ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റമാണ് തിങ്ക് പെയർ ഷെയർ എന്ന് പറയുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്. തിങ്ക് പെയർ ഷെയർ എന്ന് പറയുന്നതും ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് മെത്തേഡാണ്. അതിൽ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കുന്നു, സ്റ്റുഡൻസ് ആദ്യം അതിനെപ്പറ്റി ആലോചിക്കുന്നു, എന്നിട്ട് അതിനെ അവരുടെ പിയറുമായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് പോലത്തെ തന്നെ വേറൊരു സിസ്റ്റമാണ് തിങ്ക് പെയർ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന് സ്റ്റുഡൻറ്റ് ആദ്യം അതിനെപ്പറ്റി തിങ്ക് ചെയ്യുന്നു, ഒറ്റയ്ക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നു, പിന്നെ അവരുടെ പിയറായിട്ടുള്ള ആളിനോട് അതിനെപ്പറ്റി ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് തിങ്ക് പെയർ ഷെയർ എന്നുള്ള ഇതിൽ പറയുന്നത്. അടുത്തതായിട്ടുള്ളൊരു ടെക്നിക്ക് എന്ന് പറയുന്നതാണ് ഫിഷ് ബോൾ ടെക്നിക്ക്. ഫിഷ് ബോൾ ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിനെ 2 റിംഗ് ആയിട്ട് ടീച്ചർ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അകത്തൊരു റിങ്ങും അതിന് ചുറ്റുമായിട്ട് പുറത്തൊരു റിങ്ങും. എന്നിട്ട് ഈ അകത്തെ സർക്കിളിലുള്ള സ്റ്റുഡൻസ് ആദ്യം എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഈ ഔട്ടർ സർക്കിളിലുള്ള സ്റ്റുഡൻസ് ആ കാര്യത്തിനെ ഒബ്സർവ് ചെയ്യുന്നു. പിന്നെ ഇവർ ഈ അകത്ത് ഇന്നർ സർക്കിളിലുള്ള ആൾക്കാർ സംസാരിക്കുന്ന കാര്യത്തിനെ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരേപോലെ തന്നെ ലിസണിങ്ങിൻ്റെയും സ്പീക്കിങ്ങിൻ്റെയും എബിലിറ്റീസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ ആദ്യം ഇന്നർ സർക്കിളിലുള്ളവർ സംസാരിക്കുന്നു, ഔട്ടർ സർക്കിളിലുള്ളവരത് കേൾക്കുന്നു, അതിനെ നോട്ട് ചെയ്യുന്നു. അതിനുശേഷം ഔട്ടർ സർക്കിളിലുള്ള ആൾക്കാർ ഇന്നർ സർക്കിളിലേക്ക് പോകുന്നു, ഇന്നർ സർക്കിളിൽ ഉണ്ടായിരുന്നവർ പുറത്ത് പോകുന്നു.
അപ്പോൾ എന്നിട്ട് പുതുതായിട്ട് ഇന്നർ സർക്കിളിൽ വന്നവർ അവരുടെ ഐഡിയാസ് ഡിസ്കസ് ചെയ്യുന്നു, പുറത്തിരിക്കുന്ന ആളുകൾ അത് കേട്ട് നോട്ട് ചെയ്യുന്നു. അങ്ങനെ മാറി മാറി അപ്പോൾ ഒരേ സമയം തന്നെ ലിസണിങ്ങിൻ്റെയും സ്പീക്കിങ്ങിൻ്റെയും എബിലിറ്റീസിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കായിരുന്നു ഈ ഫിഷ് ബോൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നീട് അടുത്തൊരു മെത്തേഡാണ് ബസ് ഗ്രൂപ്പ് മെത്തേഡ്. ബസ് ഗ്രൂപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ 2-3 മെമ്പേഴ്സുള്ള ചെറിയ ചെറിയ ടീമുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവർ ഒരു സിംഗിൾ ടോപ്പിക്കിനെ ആ ഗ്രൂപ്പുകളിൽ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് ബസ് ഗ്രൂപ്പ് മെത്തേഡ് എന്നുള്ളതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ബസ് ഗ്രൂപ്പ് എന്ന് വിളിക്കാൻ ഉള്ള കാരണം എന്താണെന്ന് പറയുന്നത്, ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് സ്റ്റുഡൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബസ് എന്നുള്ള ഒരു നോയ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ആ തരത്തിൽ അതിൻ്റെ ബേസിലാണ് ഇതിനെ ബസ് ഗ്രൂപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ പിന്നെ കുറച്ച് എഫക്റ്റീവ് ടീച്ചിങ്ങിൻ്റെ മെത്തേഡ്സ്, അതുപോലെ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ട്രഡീഷണലായിട്ടും മോഡേൺ ആയിട്ടുമുള്ള കുറച്ച് മെത്തേഡ്സ് എന്നിവ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് മുമ്പ് വന്നിട്ടുള്ള PYQs 1-2 നമുക്ക് ഇതിലിനി ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ TL മോഡലിനെ പറ്റിയിട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. TL മോഡലുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇൻഡിപെൻഡൻറ്റ് ആക്ട്സ്. രണ്ടാമത്തേത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ജനറലി റിലേറ്റഡ് ആക്ട്സ്. ടീച്ചിങ് എയിംസ് അറ്റ് ലേണിംഗ്. ടീച്ചിങ് കോസസ് ലേണിംഗ്. അപ്പോൾ ഇത്രയാണ് 4 പോയിന്റ്. ജനറലി അല്ല, ഇൻറ്റഗ്രലി റിലേറ്റഡ് ആക്ട്സ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഇതിൽ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇൻറ്റഗ്രലി റിലേറ്റഡ് ആക്ട്സ് എന്നുള്ള point 2 ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ടീച്ചിങ്ങും ലേണിങ്ങും ഭയങ്കരമായിട്ട് തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ലേണിംഗ് നടക്കാതെ അല്ലെങ്കിൽ ലേണർ ഇല്ലാതെ അവിടെ ടീച്ചിങ് നടന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇൻഡിപെൻഡൻറ്റ് ആക്ട് ആണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തെറ്റാണ്. പിന്നീട് ടീച്ചിങ് എയിംസ് അറ്റ് ലേണിംഗ്. ടീച്ചിങ് കോസസ് ലേണിംഗ്. ടീച്ചിങ് ചെയ്തതുകൊണ്ട് ലേണിംഗ് നടക്കുമെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആക്റ്റാണ്, ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ആക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചിങ് നടന്നു എന്നുള്ളത് കൊണ്ട് ലേണിംഗ് നടന്നു എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇൻറ്റഗ്രലി റിലേറ്റഡ് ആക്ട്സ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് മീൻസ്. ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? 1 ലേണിംഗ് എക്സ്പീരിയൻസ്, 2 കൺസൈസ് ഔട്ട്കംസ്, 3 അക്കാഡമിക് അച്ചീവ്മെൻറ്റ്, 4 ഇൻറ്റൻറ്റഡ് ലേണിംഗ് ഔട്ട്കംസ്. ഇതിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഇതിൽ ഇൻറ്റൻറ്റഡ് ലേണിംഗ് ഔട്ട്കംസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ. അതായത് ലേണിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ലേണിങ്ങിലൂടെ എന്ത് ഇൻറ്റൻറ്റഡ് ഔട്ട്കം ആണ് ഉണ്ടാവണം എന്ന് ഉദ്ദേശിച്ചിരുന്നത് അതുണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അതാണ് ലേണിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും ഈ പല ഓപ്ഷൻസിലും ചെറിയ കൺഫ്യൂസിങ് ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ ഇൻറ്റൻറ്റഡ് ലേണിംഗ് ഔട്ട്കം ഉണ്ടാകുക എന്നുള്ളത് അതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സാധനം. ബാക്കി ഏതുണ്ടെങ്കിലും അതിന് താഴെയാണ് വരുള്ളൂ. അപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം സെലക്ട് ചെയ്യാനാണ് അല്ലെങ്കിൽ ഇതിന് ഒരു ആൻസർ മാത്രമേ ഉള്ളൂ എന്നുള്ള സമയത്ത് ആ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സാധനത്തിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ടീച്ചിങ് എയിംസ് അറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് ശരിയല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇവിടെ അതിന് മുമ്പത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇൻറ്റഗ്രലി റിലേറ്റഡ് ആക്ട്സ് എന്നുള്ളതാണ് ഈ TL മോഡൽ വെച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ബേസിക്കായിട്ട് പറയുന്ന ഒരു പോയിൻ്റാണത്, ഒരു കീ പോയിൻ്റാണത്. അപ്പോൾ അതിൽ ഈ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിഫറൻഷിയേറ്റ് ടീച്ചിങ് ഫ്രം ലേണിംഗ് എന്നുള്ളതാണ്. ഇത് സ്റ്റേറ്റ്മെൻറ്റ്സ് ചേർന്ന് വരുന്ന ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഒന്നാമത്തേത് ടീച്ചിങ് ഈസ് എ സോഷ്യൽ ആക്ട് വൈൽ ലേണിംഗ് ഈസ് എ പേഴ്സണൽ ആക്ട്. ഇത് കറക്റ്റാണ്, നമ്മൾ ഇത് പറഞ്ഞതാണ്. ഇപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നത് സോഷ്യൽ ആക്റ്റാണ്, ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ആക്റ്റാണ്. അപ്പോൾ ഈ ഓപ്ഷൻ എ എന്തായാലും കറക്റ്റാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ആയി പോവും. പിന്നെ ACE ABC അങ്ങനെ ഓപ്ഷൻസാണ് പിന്നുള്ളത്. പിന്നെ ഇതിലെ ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ടീച്ചിങ് ഇംപ്ലൈസ് ലേണിംഗ്. ടീച്ചിങ് എന്ന് പറയുന്നത് കൊണ്ട് ലേണിംഗ് എന്നുള്ളത് അതിൽ തന്നെ ഇംപ്ലൈഡ് ആണോ എന്നുള്ളതാണ് ഓപ്ഷൻ. പിന്നെ ടീച്ചിങ് ഈസ് ലൈക്ക് സെല്ലിംഗ് വൈൽ ലേണിംഗ് ഈസ് ലൈക്ക് ബൈയിങ്. ടീച്ചിങ് ക്യാൻ ഒക്കർ വിത്തൗട്ട് ലേണിംഗ് ടേക്കിംഗ് പ്ലേസ്.
ഇൻ ടീച്ചിങ് ഇൻഫ്ലുവൻസ് ഈസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ലേണിംഗ് ആൻഡ് ലേണർ വൈൻ ലേണിംഗ് ഇറ്റ് ഈസ് യൂഷ്വലി ടുവാർഡ്സ് വൺ സെൽഫ്. ഇതിലെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് തോന്നും. എന്നാലും നമ്മൾ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഇതിൽ നമുക്ക് ആബ്സല്യൂട്ട്ലി ഷുവറായിട്ടുള്ള സാധനങ്ങൾ ആദ്യമേ നമുക്ക് കണ്ടുപിടിക്കാം. ഇല്ല വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ടീച്ചിങ് ക്യാൻ ഒക്കർ വിത്തൗട്ട് ലേണിംഗ് ടേക്കിംഗ് പ്ലേസ്. ഇതെന്തായാലും നടക്കത്തില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതെന്തായാലും റോങ് ആണ്. അതിനുശേഷം ഇൻ ടീച്ചിങ് ഇൻഫ്ലുവൻസ് ഈസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ലേണിംഗ് ആൻഡ് ലേണർ വൈൽ ഇൻ ലേണിംഗ് ഇറ്റ് ഈസ് യൂഷ്വലി ടുവാർഡ്സ് വൺ സെൽഫ്. അത് ശരിയാണോ? ടീച്ചിങ്ങിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് പഠിക്കുന്ന ആളുകളിലേക്കും ലേണറിലേക്കും ഡയറക്റ്റഡ് ആണ്. ലേണിംഗ് എന്ന് പറയുന്നത് അവരിലേക്ക് തന്നെയാണ് ആ ഇൻഫ്ലുവൻസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കറക്റ്റാണ്. നമ്മൾ നേരത്തെ നോക്കിയ സോഷ്യൽ ആക്റ്റാണ് ടീച്ചിങ്, അതുപോലെ ലേണിംഗ് പേഴ്സണൽ ആക്റ്റാണ് എന്നുള്ളതുമായിട്ട് ചേർന്ന് വരുന്ന ഒരു പോയിൻ്റാണ് ഈ എന്ന് പറയുന്നത്. അപ്പോൾ ഇയും കറക്റ്റാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എയും ഇയും കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, എ ഇ. പിന്നെ അതിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് സി. അപ്പോൾ സി എന്താണ്? ടീച്ചിങ് ഈസ് ലൈക്ക് സെല്ലിങ് വൈൽ ലേണിംഗ് ഈസ് ലൈക്ക് ബൈയിങ്. ഇത് നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ തെറ്റാണെന്ന് തോന്നും. കാരണം സെല്ലിങ് ബൈയിങ് എന്നുള്ളത് ഒരു നെഗറ്റീവ് ഇതുപോലെ നമ്മൾ വേണം ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് നമ്മൾ വേറൊരു തരത്തിൽ ആലോചിക്കും. ഇപ്പോൾ ടീച്ചിങ് ഈസ് ലൈക്ക് ഗിവിങ് വൈൽ ലേണിംഗ് ഈസ് ലൈക്ക് റിസീവിങ് എന്ന നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്ന് റീഫ്രേസ് ചെയ്ത് ആലോചിച്ച് നോക്കിയാൽ അത് കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതും സത്യത്തിൽ ശരിയാണ്. ടീച്ചിങ് ഈസ് ലൈക്ക് സെല്ലിങ് വൈൽ ലേണിംഗ് ഈസ് ലൈക്ക് ബൈയിങ്. അതായത് ടീച്ചർ അവളുടെ കയ്യിലുള്ള സാധനത്തിനെ കൊടുക്കുന്നു, ലേണർ ആ സാധനത്തിനെ മേടിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ ഓപ്ഷനെ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ സിയും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ, സി ആൻഡ് ഇ എന്നുള്ളതാണ് ഇതിലെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോൾ ഇങ്ങനെ ഇതിലെ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും ആപ്റ്റായിട്ട് ഉള്ളതാണ് നമ്മൾ കറക്റ്റായിട്ട് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഇത്തരം ഓപ്ഷൻസ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത സെഷനിൽ നമ്മൾ ബ്ലൂംസ് ടാക്സോണമി, അതുപോലെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ലേണിംഗ് എന്നൊക്കെ പറയുന്ന ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും അതിൽ വന്നിട്ടുള്ള PYQ സാധനങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എഡിഫിക്സിൻ്റെ നെറ്റിൻ്റെ PYQ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചാറ്റ് ബോട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഈ വീഡിയോ, അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടുള്ള പഴയ പേപ്പർ 1ൻ്റെ PYQs എല്ലാം സബ്ജക്റ്റ് അനുസരിച്ച് ചെയ്ത് നോക്കാനായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ടും ടെലിഗ്രാമിലൂടെ സാധിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക്